എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെ കീഴിൽ PSC പരീക്ഷയില്ലാതെ ജോലി നേടാവുന്നതാണ്. ഏതൊക്കെ തസ്തികയാണെന്ന് നമുക്ക് നോക്കാം. പരീക്ഷയില്ല, ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള സർക്കാരിൻ്റെ കീഴിൽ പരീക്ഷയില്ലാതെയുള്ള സർക്കാർ ജോലി നിയമനങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ആശുപത്രി അറ്റൻഡന്റ് നിയമനം. മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ TB സെന്ററിൽ ആശുപത്രി അറ്റൻഡന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം. 7ാം ക്ലാസ് വിജയം, മികച്ച ശാരീരക്ഷമത എന്നിവയാണ് യോഗ്യത വേണ്ടത്. പ്രായം 50 വയസ്സ് കവിയരുത്. ആശുപത്രിയുടെ 10 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവർക്കും പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതാണ്. യോഗ്യരായിട്ടുള്ളവർക്കുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 11 രാവിലെ 10:30 ജില്ലാ TB സെന്ററിൽ നടക്കുന്നതാണ്. താല്പര്യമുള്ളവർ യോഗ്യത സർട്ടിഫിക്കറ്റുകൾ, ആധാർ കാർഡ് എന്നിവയുടെ അസലും പകർപ്പുകളുമായിട്ട് ഹാജരാകേണ്ടതാണ്. അടുത്തത് ക്യാമ്പ് അസിസ്റ്റന്റ് നിയമനമാണ്. ശ്രീ ചിത്രതിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ക്യാമ്പ് അസിസ്റ്റന്റ് നിയമനത്തിന് വാക്കിൻ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. ഡിഗ്രി അല്ലെങ്കിൽ 3 വർഷ ഡിപ്ലോമയും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമുള്ള ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് സെപ്റ്റംബർ 4 രാവിലെ 10 കോളേജിൽ ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ സൈറ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നിയമനമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ താൽക്കാലിക ഒഴിവിൽ നിയമനം നടത്തുന്നുണ്ട്. പ്രതിമാസ വേതനം 36,000 രൂപയാണ്. DMSP അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിയിൽ MPhil, RCI അംഗീകാരം, 2 വർഷത്തെ ക്ലിനിക്കൽ പരിചയം, ലേണിംഗ് ഡിസബിലിറ്റിയിലുള്ള വൈദഗ്ധ്യം എന്നിവയാണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളും അപേക്ഷ എന്നിവയുമായി സെപ്റ്റംബർ 10 രാവിലെ 10 CDCയിൽ വാക്കിൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് അപ്രന്റിസ് ട്രെയിനി വാക്കിൻ ഇൻ്റർവ്യൂ ആണ്. മെഡിക്കൽ കോളേജ് ഹെൽത്ത് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ബിരുദധാരികളിൽ നിന്നും അപ്രന്റിസ് ട്രെയിനികളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. 1 വർഷമാണ് കാലാവധി വരുന്നത്. സെപ്റ്റംബർ 9 രാവിലെ 10:30 വാക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നതാണ്. അടുത്തത് ലാബ് ടെക്നീഷ്യൻ ഒഴിവാണ്. കോട്ടയത്താണ്. തലനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന ലബോറട്ടറിയിലേക്ക് ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നു. യോഗ്യത വേണ്ടത് VHLC MLT അല്ലെങ്കിൽ +2 സയൻസ് തത്തുല്യ യോഗ്യത, ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ഒപ്പം കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമാണ് വേണ്ടത്. അപേക്ഷകൾ മെഡിക്കൽ ഓഫീസർ, തലനാട് കുടുംബാരോഗ്യ കേന്ദ്രം, തലനാട് PO, പിൻകോഡ് 68 65 80 എന്ന വിലാസത്തിലോ അല്ലെങ്കിൽ നേരിട്ടോ സെപ്റ്റംബർ 3 വൈകിട്ട് 4 മണിക്ക് മുമ്പായിട്ട് എത്തിക്കേണ്ടതാണ്. ഇൻ്റർവ്യൂ തീയതി പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇനി ഫാർമസിസ്റ്റ് നിയമനമാണ്. വട്ടംകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് അഡ്ഹോക് വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നുണ്ട്. +2 അല്ലെങ്കിൽ തത്തുല്യ വിജയം, ഗവൺമെൻറ് അംഗീകൃത DPharm, സംസ്ഥാന ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ എന്നിവയാണ് യോഗ്യത വേണ്ടത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിശ്ചിത യോഗ്യത സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ബയോഡേറ്റയും സഹിതമുള്ള അപേക്ഷ സെപ്റ്റംബർ 2 വൈകിട്ട് 4 മണിക്ക് മുമ്പായിട്ട് കുടുംബ ആരോഗ്യ കേന്ദ്രം ഓഫീസിൽ സമർപ്പിക്കണം. വാക്കിൻ ഇൻ്റർവ്യൂ സെപ്റ്റംബർ 3 രാവിലെ 10:30 വട്ടക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്നതായിരിക്കും. അടുത്തത് കരിയർ ഏജന്റ് നിയമനമാണ്. കണ്ണൂർ ജില്ലയിൽ ഒരു കേന്ദ്ര അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ കരിയർ ഏജന്റ് സ്ത്രീകൾക്ക് മാത്രമാണ്. 50 ഒഴിവുകളുണ്ട്. യോഗ്യത വേണ്ടത് 10ാം ക്ലാസ് ആണ്. പ്രായപരിധി 18 മുതൽ 65 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും രജിസ്ട്രേഷൻ കാർഡും സഹിതം പേര് രജിസ്റ്റർ ചെയ്ത എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ സെപ്റ്റംബർ 7, 8, 9 തീയതികളിൽ ഹാജരാകണമെന്ന് ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. കണ്ണൂർ 04 97 27 00 831, തളിപ്പറമ്പ് 04 60 22 09 400, തലശ്ശേരി 04 90 23 27 923, മട്ടന്നൂർ 04 90 24 74 700. അപ്പോൾ ഇത് 10ാം ക്ലാസ് യോഗ്യത മാത്രം മതി. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് താൽക്കാലിക ഒഴിവാണ്. കണ്ണൂർ ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഹോമിയോ ഡിസ്പെൻസറി അല്ലെങ്കിൽ ആശുപത്രികളിൽ അറ്റൻഡർ അല്ലെങ്കിൽ ഡിസ്പെൻസർ അല്ലെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികകളിലേക്ക് താൽക്കാലിക ഒഴിവുകളിലേക്ക് കൂടിക്കാഴ്ച നടക്കുന്നുണ്ട്. സെപ്റ്റംബർ 4 രാവിലെ 11 മണിക്കാണ്. ജില്ലാ മെഡിക്കൽ ഓഫീസിലാണ് നടക്കുന്നത്. ഹോമിയോ ഓഫീസിലാണ്. സർക്കാർ ഹോമിയോ ആശുപത്രി അല്ലെങ്കിൽ ഡിസ്പെൻസറി TCMCI ക്ലാസ് രജിസ്ട്രേഷനുള്ള അംഗീകൃത ഹോമിയോ ഡോക്ടറുടെ കീഴിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം, SLC അടിസ്ഥാന യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റ് സഹിതം ഹാജരാകേണ്ടതാണ്. ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത്.
10ാം ക്ലാസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്ന ഒഴിവുകളുണ്ട്. അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ PSC പരീക്ഷ ഇല്ലാതെയുള്ള നിയമനങ്ങളാണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കേണ്ടതാണ്. ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ യോഗ്യത അനുസരിച്ച് അപ്ലൈ ചെയ്യുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.